ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് 16th ഫിനാൻസ് കമ്മീഷൻ, ടോപ്പ് ക്വാർക്ക്, ടിയാൻലോങ് 3, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, പ്രൊജക്ട് ഇൻ എക്സസ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16th ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. ഈ 16th ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിനുള്ള ഫിനാൻസ് കമ്മീഷൻ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള, എസ്പെഷ്യലി അർബൻ ലോക്കൽ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസിനെ കുറിച്ചാണ് ഈ പറയുന്ന പേജ് 8 കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എല്ലാവരും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. പ്രിലിംസിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും ഈ 16th ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കുന്ന ഒരു ഏരിയയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ആർട്ടിക്കിൾ 280 അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 280 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഈ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. 5 വർഷത്തിന് മുമ്പ് അപ്പോയിന്റ് ചെയ്യാം, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇൻ എവറി 5 ഇയേഴ്സിലെങ്കിലും ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇനി ആർട്ടിക്കിൾ 280 അനുസരിച്ച് ഫിനാൻസ് കമ്മീഷന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സുമാണ് ഫിനാൻസ് കമ്മീഷനകത്ത് ഉണ്ടാവുക. ഇതിനകത്ത് ഈ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചൊന്നും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നില്ല. ഇത്രയും ചെയർമാൻ ഉണ്ടാവും, മെമ്പേഴ്സ് ഉണ്ടാവും, 5 വർഷത്തിലൊരിക്കൽ പ്രസിഡന്റ് ഇവരെ അപ്പോയിന്റ് ചെയ്യും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ പാർലമെന്റിന് ഡിസൈഡ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റ് ഒരു ഫിനാൻസ് കമ്മീഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് ഈ ഫിനാൻസ് കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും മെമ്പേഴ്സിൻ്റെയും ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പബ്ലിക് അഫയേഴ്സിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എന്നാണ്. ഇനി മെമ്പേഴ്സിൻ്റെ കേസിൽ 4 മെമ്പേഴ്സിനും 4 ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഇതിൽ ഒരു മെമ്പർ എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഫിനാൻസ് അതുപോലെ തന്നെ ഗവൺമെൻറ് അക്കൗണ്ട്സ് ഇതിനകത്ത് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള ഒരാളായിരിക്കണം ഒരു മെമ്പർ എന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അഡ്മിനിസ്ട്രേഷനകത്തും എക്സ്പീരിയൻസ് ഉള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അഡ്മിനിസ്ട്രേഷനകത്തും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാലാമതായിട്ട് എക്കണോമിക്സിനകത്ത് സ്പെഷ്യൽ നോളജ് ഉള്ള ഒരാളുണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇനി ഫിനാൻസ് കമ്മീഷൻ്റെ ഇത്തരത്തിലുള്ള നമ്മൾ കോമ്പോസിഷൻ പറഞ്ഞു, ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ വൺസ് ഈ ചെയർപേഴ്സണെയും ഈ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ അഡ്ഹോക്ക് നേച്ചറിലാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു പെർമനന്റ് ബോഡി അല്ല, ഒരു അഡ്ഹോക്ക് ബോഡിയാണ്. 5 വർഷത്തിലൊരിക്കൽ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യും. അവർക്കൊരു ടേംസ് ഓഫ് റെഫറൻസ് കൊടുക്കും. അതായത് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനകത്ത് റെക്കമെൻഡേഷൻ മേക്ക് ചെയ്യാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ അത് പഠിച്ച് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഫിനാൻസ് കമ്മീഷൻ പിരിച്ചുവിടപ്പെടും. അപ്പോൾ ഇവർ റീ അപ്പോയിൻമെന്റിന് എലിജിബിൾ ആണ്. അതായത് അടുത്ത ഫിനാൻസ് കമ്മീഷൻ വരുന്ന സമയത്ത് ഈ സെയിം ആൾക്കാരെ തന്നെ വേണമെങ്കിൽ പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാം. ഇവർക്ക് അപ്പർ ഏജ് ലിമിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. ഇനി ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത്, ഒന്ന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ടാക്സുകളിൽ മെജോറിറ്റി ടാക്സുകളും ഡിവിസിബിൾ പൂളിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുക. ഡിവിസിബിൾ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല, അത് സ്റ്റേറ്റുകളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ഡിവിസിബിൾ പൂളിന്റെ ഷെയറിങ് എങ്ങനെയാണ്, അതായത് അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂ എന്ന് പറയാം. സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇപ്പോൾ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഡിവിസിബിൾ പൂളിന്റെ ഭാഗമായിട്ടുള്ള ടാക്സുകളിൽ 59% അല്ലെങ്കിൽ 59% സെൻട്രലിനും 41% സ്റ്റേറ്റുകൾക്കുമാണുള്ളത്. ഇനി ഈ പറയുന്ന ഈ 41% സ്റ്റേറ്റുകൾക്ക് വേണ്ടി എൺമാർക്ക് ചെയ്തിട്ടുള്ള ഈ 41% ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കിടയിൽ ഡിവൈഡ് ചെയ്യണം. അതിനെയാണ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഈ 41% സംസ്ഥാനങ്ങൾക്കിടയിൽ ഡിവൈഡ് ചെയ്യണം. അത് ഈക്വൽ ആയിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്. ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അവർ ചെയ്യുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിനൊക്കെ ഫണ്ടിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് മേക്ക് ചെയ്യും. സെൻട്രൽ സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ട ഗ്രാൻസ് ആൻഡ് എയ്ഡ് ഉണ്ടാവും, ധനസഹായം ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കമെൻഡേഷൻസ് മേക്ക് ചെയ്യും. പിന്നെ ഇത് കൂടാതെ ഇന്ത്യൻ പ്രസിഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു ഏരിയയും കൂടി ഇവരോട്, അതായത് ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസിഡൻഷ്യൽ റെഫറൻസിനകത്തുള്ള അല്ലെങ്കിൽ ഇവരുടെ ടേംസ് ഓഫ് റെഫറൻസിനകത്ത് പറഞ്ഞിട്ടുള്ള അഡീഷണൽ കാര്യങ്ങളും നോക്കും. നോർമലി ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രാൻഡ് പോലുള്ള കാര്യങ്ങളാണ് ഇവർ അഡീഷണൽ ആയിട്ട് നോക്കാറുള്ളത്. ഇനി ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ബേസിക്കലി
റെക്കമെൻഡേറ്ററി നേച്ചറാണ് ഇവരുടെ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കുക. അത് പ്രസിഡന്റിലോ പാർലമെന്റിലോ ബൈൻഡിങ് അല്ല. ഫൈനലി ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഓരോ വർഷവുമാണ് ഈ സ്റ്റേറ്റുകൾക്കുള്ള ഡിവിഷനൊക്കെ തീരുമാനിക്കുന്നത്. അത് നോർമലി ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനാൻസ് കമ്മീഷന്റെ കേസ്. ഇനി ഇതിന്റെ കൂടെ ഈ 16th ഫിനാൻസ് കമ്മീഷൻ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഓൺഗോയിങ് ആയിട്ടുള്ളത് 15th ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ 2026 മാർച്ച് 31 വരെയാണ് നിലവിലുള്ള ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2026 ഏപ്രിൽ തൊട്ട് 26-27 സാമ്പത്തിക വർഷം തൊട്ട് നമുക്ക് പുതിയ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഈ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. 2023 ഡിസംബർ 31 പുതിയ ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നീതി ആയോഗിന്റെ പഴയ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആയിരുന്ന അരവിന്ദ് പനാഗരിയെയാണ് പുതിയ 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. 15th ഫിനാൻസ് കമ്മീഷന്റെ കേസിൽ അത് NK സിംഗ് ആയിരുന്നു. ഇത് അരവിന്ദ് പനഗരി ആണെന്ന് മനസ്സിലാക്കുക. ഇനി 16th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ഇപ്പം നിലവിൽ അവർക്ക് കൊടുത്തിട്ടുള്ള പ്രസിഡൻഷ്യൽ ഓർഡർ അനുസരിച്ച് അവർ 2025 ഒക്ടോബർ 31 മുമ്പായിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കണം. ഇവരുടെ റിപ്പോർട്ടിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ 16th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കാൻ പോകുന്നത് 26-27 സാമ്പത്തിക വർഷം തൊട്ടുള്ള 5 വർഷത്തേക്ക് ആയിരിക്കും. ഇനി ഇവരുടെ 16th ഫിനാൻസ് കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസ്, അതായത് സെൻറ്ററിനും സ്റ്റേറ്റിനും സ്റ്റേറ്റുകൾക്കിടയിലുള്ള ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ, സംസ്ഥാനങ്ങൾക്ക് സെൻറ്റർ കൊടുക്കേണ്ട ഗ്രാൻസ് ഇൻ എയ്ഡിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, എന്തൊക്കെ കാര്യങ്ങളുടെ പേരിലാണ് അവർക്ക് ഗ്രാൻസ് ഇൻ എയ്ഡ് കൊടുക്കേണ്ടത് എന്നുള്ളത്, അതുപോലെ തന്നെ ലോക്കൽ ഗവർണിംഗ് ബോഡീസിനുള്ള ഫണ്ടിങ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളുടെ ഫിനാൻസസിനെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യം റെക്കമെൻഡേഷൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവാലുവേഷനും ഇവരുടെ ടേംസ് ഓഫ് റെഫറൻസിന്റെ ഭാഗമാണ്. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടോപ്പ് ക്വാർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഈ ടോപ്പ് ക്വാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹിഗ്സ് ബോസോൺ ഒക്കെ ആയിട്ട് വളരെ അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഫിസിക്സിനകത്ത് പറയുന്ന ടോപ്പ് ക്വാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പ് ക്വാർക്ക് എന്ന് പറയുന്നത് ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. ഇതിനെ ട്രൂത്ത് ക്വാർക്ക് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ നിലവിൽ ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുള്ള എലമെന്ററി പാർട്ടിക്കിളുകളിൽ ഏറ്റവും മാസീവ് ആയിട്ടുള്ള എലമെന്ററി പാർട്ടിക്കിളാണ് ടോപ്പ് ക്വാർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും അധികം വെയിറ്റ് ഉള്ള മാസ് ഉള്ള എലമെന്ററി പാർട്ടിക്കിളാണ് ഈ ടോപ്പ് ക്വാർക്ക് അല്ലെങ്കിൽ ഈ ട്രൂത്ത് ക്വാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മാസ് ഇതിന് കിട്ടുന്നത് ഹിഗ്സ് ബോസോണുമായിട്ടുള്ള കപ്ലിങ്ങിലൂടെയാണെന്നാണ് പറയുന്നത്. ഇത് 1995 അമേരിക്കയിലെ ഇല്ലിനോയിലുള്ള ഒരു കൊളൈഡർ ഡിറ്റക്ടർ അറ്റ് ഫെർമി ലാബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ CDF എന്ന് പറയുന്ന ഒരു പ്രോട്ടോൺ ആക്സലറേറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലാർജ് ഹൈഡ്രോൺ കൊളറൈഡർ ഒക്കെ പോലുള്ള ഒരു എക്സ്പെരിമെന്റൽ ലബോറട്ടറി ആണിത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെയുള്ള ഈ CDFന്റെ കൂടെ ഇതേ ഇല്ലിനോയിൽ തന്നെ സെയിം ഫെസിലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു D0 എക്സ്പെരിമെന്റൽ ലാബ് ഉണ്ട് ഈ ഫെർമി ലാബിലുള്ള. അപ്പോൾ ഈ രണ്ട് ലാബോറട്ടറികളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിലാണ് 1995 ഇതിന്റെ എക്സിസ്റ്റൻസ് ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടിയാൻലോങ് 3 കുറിച്ചാണ്. സോ ഈ ടിയാൻലോങ് 3 കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇത് ചൈനയിലെ ഒരു പ്രൈവറ്റ് കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ്. അപ്പോൾ ഇതിന്റെ സ്റ്റാറ്റിക് ടെസ്റ്റ് ഇപ്പോൾ ഇന്നലെ അവർ കണ്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മിസ്ഫയർ സംഭവിച്ചുകൊണ്ട് ഇത് തകർന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ടിയാൻലോങ് 3 എന്ന് പറയുന്നത് ചൈനയിലെ ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനി ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്ന പോലെ ചൈനയിൽ ഇപ്പോൾ ഒരുപാട് പുതിയ പ്രൈവറ്റ് സ്പേസ് കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് സ്പേസ് പയനിയേഴ്സ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഈ സ്പേസ് പയനിയർ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ പ്രസന്റ്ലി ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ഒരു മീഡിയം ലിഫ്റ്റ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ആണ് അല്ലെങ്കിൽ ഒരു റോക്കറ്റാണ് ഈ ടിയാൻലോങ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റ് ആണെന്ന് മനസ്സിലാക്കി. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് റീയൂസബിൾ ആണ്. അത് ഓട്ടോണമസ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലാൻഡിങ്, ഇപ്പോൾ നമ്മൾ ഈ സ്പേസ് എക്സിന്റെ ഒക്കെ ചില ഫാൽക്കൺ റോക്കറ്റുകളുടെ ഒക്കെ ബൂസ്റ്റേഴ്സ് ചെയ്യുന്നത് പോലെ ഓട്ടോണമസ് ആയിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് റീ എൻട്രി ചെയ്തിട്ട് വെർട്ടിക്കൽ ലാൻഡ് ചെയ്തുകൊണ്ട് ഒരു അപ് ടു 10 ലോഞ്ചസ് വരെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ റോക്കറ്റിനുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ലോ എർത്ത് ഓർബിറ്റിലേക്ക് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള പേലോഡ്സ് എത്തിക്കുക, അതുപോലെ തന്നെ സൺ സിൻക്രണസ് ഓർബിറ്റിലേക്ക് ഇത്തരത്തിലുള്ള പേലോഡ്സ് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു സ്പേസ് പയനിയർ ഒക്കെ ഈ ഒരു റോക്കറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചൈനയുടെ സ്പേസ് സ്റ്റേഷനിലേക്ക്, ചൈനയ്ക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള
സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്, സപ്ലൈസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക എങ്ങനെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് എക്സിനെ കരാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു കോൺട്രാക്ടറായിട്ട്, ചൈനയുടെ നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഒരു കോൺട്രാക്ടറായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു വെഹിക്കിൾ പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് NHRCയെ കുറിച്ചാണ്, അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 ഒരു വാർത്തയുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നടന്ന ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനോട് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ NHRC അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്ന് മനസ്സിലാക്കുക. 1993 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, അല്ലെങ്കിൽ PHR എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സോ ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും 5 ഫുൾ ടൈം മെമ്പേഴ്സും അതുകൂടാതെ 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സുമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിൽ ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒറിജിനലി ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ച് ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് വന്നിട്ടുള്ള അമെൻമെന്റ് അനുസരിച്ച് ഒന്നുകിൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ് എന്നാക്കിയിട്ട് ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ മാറ്റിയിട്ടുണ്ട്. ഇനി 2 പേര് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. അതിനകത്ത് ഒരാളെന്ന് പറയുന്നത് ഒരു സുപ്രീം കോർട്ടിനകത്ത് ജഡ്ജ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ജഡ്ജായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളോ ആയിരിക്കണമെന്നുണ്ട്. രണ്ടാമത്തെ ആള് ഒരു ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ 2 ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. ഇനി 3 നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 3 നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സ്ത്രീ ആയിരിക്കണം എന്നുണ്ട്. ഇവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഈ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നോളേജും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കണം ഇതിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്കുള്ള എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇത്രയും ബോഡീസിന്റെ ചെയർപേഴ്സൺസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇതിനകത്തുള്ള ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. മറ്റുള്ള ഒരു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി ആ സ്ഥാനത്തിരിക്കുന്നത് ആരാണോ അതിൽ മെമ്പേഴ്സ് ആയിട്ട് മാറും. സോ ഈ പറയുന്ന ചെയർപേഴ്സണെയും ബാക്കിയുള്ള 5 മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സോ ഇന്ത്യൻ പ്രസിഡന്റ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു സെലക്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സെലക്ട് കമ്മിറ്റി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് അതിനെ ഹെഡ് ചെയ്യുന്നത്. സോ പ്രൈം മിനിസ്റ്റർ ലോക്സഭയിലെ സ്പീക്കർ, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാന്, ലോക്സഭയിലെയും രാജ്യസഭയിലെയും ലീഡർ ഓഫ് ഒപ്പോസിഷന്, യൂണിയൻ ഹോം മിനിസ്റ്റർ, ഇത്രയും ആൾക്കാരടങ്ങുന്ന ഒരു സെലക്ട് കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രൊജക്ട് നെക്സസിനെ കുറിച്ചാണ്. ഇപ്പം ഇന്നലെ നമ്മൾ ഒരു BIS എന്ന് പറയുന്ന ഒരു ബാങ്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് അല്ലെങ്കിൽ BIS സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ RBI ഒക്കെ മെമ്പർ ആയിട്ടുള്ള ഒരു ക്രോസ് ബോർഡർ പേയ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് നെക്സസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 14 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഈ BIS എന്ന് പറയുന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അവരുടെ ഒരു BIS ഇന്നവേഷൻ ഹബ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഈ പ്രൊജക്ട് നെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഈ പേയ്മെന്റ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈവ് ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാൻ പോകുന്ന ആദ്യത്തെ BIS ഇന്നവേഷൻ ഹബ് പ്രൊജക്റ്റാണ് ഈ പ്രൊജക്ട് നെക്സസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്തുള്ള അംഗരാജ്യങ്ങളിലെ ഈ പ്രൊജക്ട് നെക്സസിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിലെ ഡൊമസ്റ്റിക് ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ UPI എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്. അതിനെയാണ് ഡൊമസ്റ്റിക് ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റംസിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ക്രോസ് ബോർഡർ പേയ്മെന്റ്, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് UPI യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ പൈസ അയക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാം. അതുപോലെ തന്നെ മെർച്ചന്റ് ടു മെർച്ചന്റ് അയക്കാം, പേഴ്സൺ ടു മെർച്ചന്റ് അയക്കാം. ഇപ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് UPI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടത്താൻ പറ്റുന്ന പോലെ. അപ്പോൾ ആ രീതിയിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇന്ത്യക്ക് UPI ഉള്ളതുപോലെ മലേഷ്യ, സിംഗപ്പൂർ ഒക്കെ പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഇത്തരത്തിലുള്ള പേയ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്റർ
കൺട്രി അല്ലെങ്കിൽ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ് നടത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റ് നെക്സസിൻ്റെ പർപ്പസ്. അപ്പോൾ നിലവിൽ ഈ പ്രൊജക്റ്റ് നെക്സസിൻ്റെ ഭാഗമായിട്ടുള്ളത് 4 ആസിയാൻ രാജ്യങ്ങളും പ്ലസ് ഇന്ത്യയുമാണ്. അപ്പോൾ 4 ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ് ആണ്. പിന്നെ അതുകൂടാതെ ഇന്ത്യയും അതിനകത്ത് ഭാഗമാണ്. അപ്പോൾ ഇത് 2026 ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതിനകത്ത് പുതിയ രാജ്യങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്കും ഈ പേയ്മെൻറ്റ് സിസ്റ്റമൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ പറ്റും. ഇപ്പോൾ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യം ഇതിനകത്ത് ഇപ്പോൾ ഒരു പാർഷ്യൽ മെമ്പർ പോലെ അല്ലെങ്കിൽ ഒരു ഒബ്സർവർ പോലെ ഇന്തോനേഷ്യയും ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതായത് ഇതിൻ്റെ ഏർലി സ്റ്റേജസ് തൊട്ട് ഇന്തോനേഷ്യ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരൊരു സ്പെഷ്യൽ ഒബ്സർവർ ആയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 2026 ആകുമ്പോഴേക്കും നിലവിൽ വരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ വൺസ് ഫങ്ഷണൽ ആയി കഴിഞ്ഞാൽ ഈ റീറ്റെയിൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ് നടത്താൻ, അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഫാസ്റ്റർ ആയിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ക്രോസ് ബോർഡർ പേയ്മെൻറ്റ് നടത്താൻ ഇതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതനുസരിച്ച് ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ വലിപ്പവും വർദ്ധിക്കുന്നു മനസ്സിലാക്കുക. നിലവിൽ ഇത്രയും രാജ്യങ്ങളാണ് ഇതിനകത്ത് ഫൗണ്ടിങ് മെമ്പേഴ്സായിട്ട് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.